ഈ ഒരു സീക്രട്ട് ചേർത്താൽ മാത്രമേ തലശ്ശേരി ബിരിയാണിക്ക് ആ ടേസ്റ്റ് കിട്ടൂ. അതെന്താണെന്ന് അറിയണ്ടേ? എൻ്റെ ഈ ഫുൾ വീഡിയോ കണ്ടാൽ മാത്രമേ നിങ്ങൾക്കതെന്താണെന്ന് മനസ്സിലാവൂ. ഇത്രയും ഈസിയും അത്രയും ടേസ്റ്റുമുള്ള ഒരു ബിരിയാണിയാണ് തലശ്ശേരി ബിരിയാണി. ഇത് ഞാൻ കുറേ തവണ ട്രൈ ചെയ്ത് നോക്കി നിങ്ങളിങ്ങനെ ബിരിയാണി ഉണ്ടാക്കി ഒറ്റൊരു പ്രാവശ്യം കഴിച്ചാൽ മതി. പിന്നെ വേറൊരു ബിരിയാണി നിങ്ങൾ കഴിക്കാൻ നിൽക്കില്ല. കാറ്ററിങ് ചെയ്യുന്ന ആൾക്കും ഈ റെസിപ്പി കണ്ടാൽ നിങ്ങൾക്ക് വളരെ ഉപകാരമാവും. കാറ്ററിങ് ചെയ്യുന്ന ആൾക്ക് പ്രത്യേകം. കാരണം ഇതിന് ചെറിയ ചിലവും നല്ല അടിപൊളി രുചിയുമാണ് ഇതിനുള്ളത്. ഇത് തക്കാളിക്ക് വില കൂടിയാൽ തക്കാളി കുറച്ചും ഉള്ളിക്ക് വില കൂടിയാൽ ഉള്ളി കുറച്ചുമായിട്ടാണ് ഞാൻ ഉണ്ടാക്കാറ്. എങ്ങനെ ഉണ്ടാക്കിയാലും ഇതിൻ്റെ ടേസ്റ്റ് അടിപൊളിയാണ്, പറയാതിരിക്കാൻ വയ്യ. ഇന്നിപ്പോൾ നമ്മൾ 2 കിലോ ബിരിയാണിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. 2 കിലോ അരിയുടെ. ആദ്യം തന്നെ പറയാം, തലശ്ശേരി ബിരിയാണിയുടെ ഏറ്റവും സീക്രട്ട് എന്ന് പറഞ്ഞാൽ അരി ആദ്യം സെലക്ട് ചെയ്യണം. അതിനായി ഞാൻ ഏത് അരി എടുത്താലും എനിക്കൊരു തൃപ്തി ഉണ്ടാവുകയേ ചെയ്യില്ല. അഗർവാൾ മാത്രമേ ഞാൻ വാങ്ങാറുള്ളൂ. അതാണ് ഏറ്റവും നല്ല ടേസ്റ്റ്. മുല്ലപ്പൂ പോലെ ഉണ്ടാവും ചോറ് കാണാൻ. 2 കിലോ അരിക്ക് ചിക്കൻ നിങ്ങളെ ആവശ്യം പോലെ എടുക്കാം. എന്തായാലും നമ്മളിവിടെ എടുത്തത് 20 പീസാണ്. ഒരാൾക്ക് 2 പീസ് വീതം കൊടുക്കുന്നെങ്കിൽ 14 പീസ് മതിയാകും. കാരണം 2 കിലോ അരി ഇപ്പോൾ ഞാൻ ഉണ്ടാക്കിയ പോലെ ഉണ്ടാക്കിക്കഴിഞ്ഞാൽ തീർച്ചയായും ഒരു 14-15 പേർക്ക് കഴിക്കാൻ പറ്റും. അതിൻ്റെ സീക്രട്ടൊക്കെ ഞാൻ പിന്നീട് പറയാം, ലാസ്റ്റ് പറയാം. ഇതിനൊക്കെ ആവശ്യമായ പച്ചമുളക് നമ്മൾ ഒരു 10-20 മതിയാകും. അത് നിങ്ങളുടെ എരിവിനാവശ്യമായി എടുത്തോളൂ. പിന്നെ ഇഞ്ചി ആണെങ്കിൽ ഒരു 100-150 ഗ്രാമാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. ഇതിന് ഉള്ളി വളരെ കുറച്ചാണ് നമ്മൾ ഉപയോഗിക്കുക. സാധാരണയായി എല്ലാവരും ബിരിയാണിക്ക് 1 കിലോ അരിക്ക് 1 കിലോ ഉള്ളിയെല്ലാം ഉപയോഗിക്കുന്ന കാണാറുണ്ട്. പക്ഷെ നമുക്കതിൻ്റെ ആവശ്യമില്ല. ഞാൻ എടുത്തിരിക്കുന്നത് 150 ഗ്രാം ഇഞ്ചിയും 150 ഗ്രാം വെളുത്തുള്ളിയും ഒരു 10-20 പച്ചമുളകും. ഉള്ളി നേരിയ രീതിയിൽ തന്നെ അരിഞ്ഞെടുക്കണേ. ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയും ഇത് മൂന്നും കൂടി ചേർത്ത് ഒന്നിച്ച് മിക്സിയിൽ അരച്ചെടുക്കണേ. എന്നിട്ട് അത് മാറ്റി വെക്കണം. ഇങ്ങനെയൊക്കെ ചെയ്താൽ നിങ്ങൾക്ക് ഒരു അരമണിക്കൂർ കൊണ്ട് ബിരിയാണി റെഡിയാക്കി എടുക്കാം. പെട്ടെന്ന് വിരുന്നുകാർ വരുന്നെങ്കിൽ വേറൊരു സീക്രട്ടും കൂടി നിങ്ങൾക്ക് പറഞ്ഞു തരാനുണ്ട്. അതാ എൻ്റെ വീഡിയോ ഫുള്ളായിട്ട് കാണണമെന്ന് പറഞ്ഞത്. ഇതിൻ്റെ സീക്രട്ട് കുറേ ഉണ്ട്. കാറ്ററിങ്ങുകാർ ആരും ഇത് പറഞ്ഞു കൊടുക്കാത്തൊരു രഹസ്യമാണ്. നിങ്ങൾ ഒരിക്കലെങ്കിൽ എന്തായാലും ഇത് ഉണ്ടാക്കി നോക്കണേ. അങ്ങനെ വെളുത്തുള്ളിയും ഇഞ്ചിയെല്ലാം നന്നായി ചെറുതായി അരിഞ്ഞിട്ടായിരിക്കണം മിക്സിയിൽ അരക്കേണ്ടത്. അല്ലെങ്കിൽ അരഞ്ഞ് കിട്ടൂല. അങ്ങനെ ഉള്ളി റെഡിയാക്കി വെച്ച് പച്ചമുളകും മാറ്റി വെച്ച് ഈ സാധനം മാത്രമേ നമ്മൾ ചേർത്തിട്ടുള്ളൂ. വേറൊന്നും ചേർത്തിട്ടൊന്നുമില്ല, കൂടുതലൊന്നും ചേർത്തിട്ടില്ല. കണ്ണൂരിൽ വെച്ച് ഏറ്റവും ഇഷ്ടമുള്ള ബിരിയാണി തലശ്ശേരി ബിരിയാണി തന്നെയാണ്. പക്ഷേ ഏറ്റവും ടേസ്റ്റ് ഉള്ളതും തലശ്ശേരി ബിരിയാണി തന്നെയാണ്. എന്തായാലും തലശ്ശേരി ബിരിയാണിനെ വെല്ലാൻ വേറൊരു ബിരിയാണി ഇല്ല. നമുക്ക് ആദ്യമൊന്നും ഇത് ശരിക്കും അറിയില്ലായിരുന്നു. പിന്നീടാണ് നല്ലവണ്ണം പഠിച്ചെടുത്തത്. ഇപ്പം മറ്റേത് ബിരിയാണി തിന്നുമ്പോൾ അതിന് ഒരു ടേസ്റ്റും നമുക്ക് തോന്നാറില്ല. അങ്ങനെ വെളുത്തുള്ളിയും ഇഞ്ചിയും പച്ചമുളകും എല്ലാം ഒന്നിച്ച് കഴുകി അതൊക്കെ ഒന്ന് അരച്ചെടുത്ത് ലെവലാക്കി വരട്ടെ. ആദ്യം തന്നെ പറയാം, നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. നല്ല നല്ല റെസിപ്പിയുമായി ഞാൻ അടുത്ത് തന്നെ വരും. ഇഷ്ടം പോലെ റെസിപ്പീസ് എൻ്റെ കയ്യിലുണ്ട്. അങ്ങനെ മിക്സിയിൽ കുറേശ്ശെയായിട്ട് ഇട്ട് കൊടുത്ത് നല്ലവണ്ണം അരക്കട്ടെ. ഇനി നമുക്കൊരു ചീനച്ചട്ടി വെച്ച് അതിൽ ഓയിൽ ഒഴിച്ച് കൊടുത്ത് ഉള്ളിയാണ് വറുത്തെടുക്കേണ്ടത്. നമ്മൾ പച്ചുള്ളിയിൽ തലശ്ശേരി ബിരിയാണി വെക്കാറില്ല. ചിലർ കുറച്ച് മസാല കൂടുതൽ വേണമെന്ന് വിചാരിച്ചിട്ട് കുറച്ച് പച്ച ഉള്ളിയെല്ലാം വഴറ്റിയിട്ടെല്ലാം വെക്കുന്ന കാണാം. പക്ഷേ എനിക്കതിൻ്റെ ആവശ്യം വന്നിട്ടില്ല. ഇതൊരു 4-5 ഉള്ളി ഉണ്ടാവും, മീഡിയം സൈസേ. അത്രയും മതിയാകും. നമ്മൾ വിചാരിക്കും കുറേ ഉള്ളി ഇടണം, കുറേ തക്കാളി വേണം, കുറേ പച്ചമുളക്. ഇതൊന്നും കുറേയൊന്നും വേണ്ട. എല്ലാം ആവശ്യത്തിന് മാത്രം മതി. എല്ലാം കുറേ വാരിയിട്ടെന്ന് വിചാരിച്ചിട്ട് ബിരിയാണിക്ക് ടേസ്റ്റ് കൂട്ടണമെന്നും ഇല്ല. എൻ്റെ ബിരിയാണി കഴിച്ചവർ ആരും ഇതുവരെ ഒരു കുറ്റവും പറഞ്ഞിട്ടില്ല. അടിപൊളി സൂപ്പറാണ് എന്നേ പറഞ്ഞിട്ടുള്ളൂ. അങ്ങനെ ആദ്യത്തെ അരച്ച് നമ്മളൊരു പാത്രത്തിലേക്ക് ഇട്ട് രണ്ടാമതും കുറച്ചുകൂടി ഉള്ളത് കൂടി അരച്ചിട്ട് വരട്ടെ. ഇത് ബിരിയാണിക്ക് മസാലക്ക് മാത്രമല്ല വേറൊരു കാര്യം കൂടിയുണ്ട്, നിങ്ങൾക്ക് കാണാം. 2 കിലോ എന്ന് പറഞ്ഞാൽ ഒരു 7 നമ്മൾ അളവിൻ്റെ 7 കപ്പ് അരിയാണെന്നുണ്ടാകുക. കറക്റ്റ് 7 കപ്പ്.
ആ 7 കപ്പിന് അല്ലെങ്കിൽ പോട്ടെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു പാത്രത്തിൽ അളന്നിട്ട് നമ്മൾ ഏതൊരു പാത്രത്തിൽ അരി അളക്കുന്നോ അതിൻ്റെ 1.5 കപ്പ്, 1 കപ്പ് അരിക്ക് 1.5 കപ്പ് വെള്ളമാണ് എടുക്കേണ്ടത്. കറക്റ്റ് 1.5 കപ്പ് ആയാൽ മതി. കാരണം ഈ മസാലക്കകത്ത് കുറച്ച് വെള്ളം ഉണ്ടാവും. ദമ്മിടുമ്പോൾ ആ വെള്ളം കൂടി ചേർന്ന് മസാലേൻ്റെ വെള്ളം എല്ലാം ആവുമ്പോൾ നല്ല അടിപൊളി കറക്റ്റ് അളവിൽ കിട്ടും. നല്ല സോഫ്റ്റും ആയിരിക്കും. ഇങ്ങനെ ചെയ്താൽ മതി. ആദ്യം ഉള്ളി മുറിച്ച് മാറ്റി വെക്കുക. പിന്നെ നമ്മൾ ആദ്യമേ ചിക്കനൊക്കെ നന്നായി കഴുകി വൃത്തിയാക്കിയിട്ടുണ്ട്. അതൊക്കെ നമ്മളിതാ ഇങ്ങനെ അരിപ്പയിൽ നല്ലവണ്ണം ഊറ്റി അതിൻ്റെ വെള്ളം നല്ലവണ്ണം പോകണേ. ചിക്കൻ്റെ വെള്ളം നല്ലവണ്ണം പോയാലേ നമുക്കതിലേക്ക് മസാല ചേർത്ത് കൊടുത്ത് നന്നായി കുഴച്ച് വെക്കാൻ പറ്റും. ഇത് നമ്മൾ നാളേക്കുള്ള ബിരിയാണിക്കാണ് ഇന്ന് തയ്യാറാക്കുന്നത്. അതെനിക്ക് പറയാൻ മറന്നുപോയി. നാളെ രാവിലെ നമുക്ക് പെട്ടെന്ന് ഒരു സ്ഥലത്ത് പോകാനുള്ളത് കൊണ്ട് ഇങ്ങനെ ഉണ്ടാക്കി വെച്ചതാണ്. എങ്ങനെ നമുക്ക് എവിടെയെങ്കിലും പിറ്റേന്ന് പോകാനുണ്ടെങ്കിൽ തലേന്ന് ഇതാ ഇങ്ങനെ റെഡിയാക്കി വെച്ചാൽ മതി. പെട്ടെന്ന് നിങ്ങൾക്ക് പണിയെല്ലാം തീർത്ത് പോകാനുള്ളിടത്തൊക്കെ പോകാൻ പറ്റും. പിന്നെ ഇതെല്ലാം എടുത്ത് പെട്ടെന്ന് ബിരിയാണി ഉണ്ടാക്കാം. ഉള്ളിയുടെയും മസാലകളുടെയും വേസ്റ്റെല്ലാം നമുക്ക് തലേന്ന് തന്നെ എല്ലാം ക്ലീനാക്കി രാവിലെ നല്ല ഫ്രഷായിട്ട് നല്ല സമാധാനത്തോടെ ബിരിയാണി ഉണ്ടാക്കാം. ഇനി ചെറിയ ചെറിയ കാറ്ററിങ് ചെയ്യുന്നവർക്കും ഓർഡറെല്ലാം എടുത്തവർക്കെല്ലാം ഇങ്ങനെ തലേന്ന് ഇങ്ങനെ ചെയ്ത് വെച്ചാൽ ടെൻഷൻ ഇല്ലാണ്ട് രാവിലെ തന്നെ പണി പതുക്കെ തുടങ്ങാം. നല്ല ടേസ്റ്റി ആയിട്ടും വൃത്തിയിലും എടുക്കാനും പറ്റും. നമ്മളിത് കഴുകി ഊറ്റി വെച്ച ചിക്കനിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും പിന്നെ കാശ്മീരി ചില്ലിപ്പൊടിയാണ് ചേർത്ത് കൊടുത്തത്. പിന്നെ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായി കുഴച്ചെടുക്കണേ. അതിൻ്റെ കൂടെ നമ്മൾ ആദ്യം അരച്ച് വെച്ച അതായത് വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് അതിൻ്റെ കൂടെ കുറച്ച് മല്ലിയിലയും കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്ത് നന്നായി അരച്ചിട്ടുണ്ട്. നല്ലവണ്ണം അരക്കണം. അതൊക്കെ ഇതിന് ചേർത്ത് കൊടുത്ത് ഇങ്ങനെ നന്നായി മിക്സ് ചെയ്തിട്ട് നമ്മൾ ഫ്രിഡ്ജിലാണ് വെച്ചത്. നല്ലവണ്ണം മിക്സ് ചെയ്യണേ. നല്ല മസാലയായി കിട്ടും ഇതിന്. ഇതാണ് തലശ്ശേരി ബിരിയാണിയുടെ ആദ്യത്തെ സീക്രട്ട്. ഇതിൻ്റെ ഒരു ലെവൽ ഒന്ന് വേറെ തന്നെയാണ്. നിങ്ങൾ ഒരിക്കലെങ്കിലും ഇത് ട്രൈ ചെയ്ത് നോക്കണേ. ഇങ്ങനെ ബിരിയാണി ഉണ്ടാക്കിയാൽ നിങ്ങൾ പിന്നെ ഒരു ബിരിയാണി കഴിക്കുകയും ചെയ്യൂല, വേറൊരു ബിരിയാണി ഉണ്ടാക്കുകയും ചെയ്യൂല. ഇത് നമ്മൾ മീനിൻ്റെതായാലും ചെമ്മീൻ്റെതായാലും അയക്കൂറൻ്റെതായാലും ഏത് ബിരിയാണി ആയാലും ഞാനിപ്പോൾ ഇങ്ങനെ വെക്കാറുള്ളൂ. അതുകൊണ്ട് തന്നെയായിരിക്കണം എല്ലാവർക്കും എൻ്റെ ബിരിയാണിക്ക് ഭയങ്കര ഇഷ്ടം. അങ്ങനെ ഇതാ നമ്മൾ ഫ്രീസറിലൊന്നും സൂക്ഷിക്കേണ്ട, ഫ്രിഡ്ജിൽ തന്നെ സൂക്ഷിച്ചാൽ മതിയേ. പിന്നെ നമ്മൾ ഓയിലാണ് എടുത്തിട്ടുള്ളത്. വെളിച്ചെണ്ണയിൽ ചെയ്യാം, അതും നല്ല ടേസ്റ്റ് ഉണ്ടാവും. പക്ഷെ നമ്മളിപ്പം വെളിച്ചെണ്ണ കൂടുതലില്ലാത്തതുകൊണ്ട് ഓയിലാണ് ചേർത്തിട്ടുള്ളത്. പിന്നെ രണ്ടും കൂടി ഒന്നിച്ച് ചേർത്താൽ പതഞ്ഞ് പൊങ്ങും. അതുകൊണ്ടാണ് ഓയിലിൽ മാത്രം നമ്മൾ ഉള്ളി പൊരിച്ചെടുക്കുന്നത്. ഇതെല്ലാം വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ആദ്യമായിട്ട് ചെയ്യുന്നവർക്കെല്ലാം വലിയ ബുദ്ധിമുട്ടാവും. അതുകൊണ്ട് ഓയിലെങ്കിൽ ഓയിൽ, വെളിച്ചെണ്ണയെങ്കിൽ വെളിച്ചെണ്ണ മാത്രം. അങ്ങനെ ഉള്ളിയെല്ലാം പൊരിക്കാനിട്ടിട്ടുണ്ട്. നമ്മൾ 2 പ്രാവശ്യമായിട്ടാണ് പൊരിച്ചെടുത്തത്. ഉള്ളി ഇതേ ലെവലിൽ പൊരിച്ചെടുക്കണം. കരിഞ്ഞ് പോകാനേ പാടില്ലേ. കരിഞ്ഞ് പോയാൽ മസാലേൻ്റെ ടേസ്റ്റ് മാറും. അതുകൊണ്ടാണ് പറയുന്നത് ആദ്യം നല്ല സ്പീഡ് കൂട്ടിയിട്ട് വറുത്തെടുക്കുക. പിന്നെ ചെറിയ തീയിൽ നന്നായി വറുത്തെടുക്കണേ. ആ ഉള്ളി വറുത്തതിൽ തന്നെ നമ്മൾ കുറച്ച് അണ്ടിപ്പരിപ്പും മുന്തിരി എല്ലാം വറുത്ത് കോരി വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിന് ഗരം മസാല നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്നതാണ്. അതിന് കറുവാപ്പട്ട, ജീരകം, ഗ്രാമ്പു, ഏലക്കായ ഇതൊക്കെ നന്നായി വറുത്ത് പിന്നെ ഒരു ജാതിക്ക കൂടി ചേർക്കും. അത് എല്ലാം കൂടി നന്നായി വറുത്ത് ആറിയ ശേഷം പൊടിച്ചെടുക്കുന്നതാണ് ഇതിൻ്റെ നമ്മളെ മസാല. അതെന്തായാലും പുറത്തുനിന്ന് വാങ്ങുമ്പോൾ അതിൽ അവർ മല്ലി ചേർക്കുന്നത് കൊണ്ട് വേറെ ടേസ്റ്റ് ആയിരിക്കും. അതുകൊണ്ടാണ് വീട്ടിൽ നിന്ന് തന്നെ നമ്മളിങ്ങനെ പൊടിച്ചെടുക്കുന്നത്. അത് അങ്ങനെ ഉണ്ടാക്കിയിട്ട് നിങ്ങൾ എത്ര കാലം വേണമെങ്കിൽ സൂക്ഷിച്ച് വെക്കാനും പറ്റും. ഇതൊക്കെ ഇതുവരെ ചെയ്യാത്തവർ എന്തായാലും ഇങ്ങനെയൊക്കെ ചെയ്ത് വീട്ടിൽ വെച്ച് പെട്ടെന്നൊരു വിരുന്നുകാർ വന്നാലും നിങ്ങൾക്ക് ഒരു ടെൻഷനും വേണ്ട, പെട്ടെന്ന് ബിരിയാണി ഉണ്ടാക്കാനും പറ്റും. ഈ ഉള്ളിയില്ലേ, ഉള്ളി ഇങ്ങനെ വറുത്തിട്ട് ഒരു മാസം അടച്ചുറപ്പുള്ള ഒരു പാത്രത്തിൽ ഇട്ട് വെച്ചാലും ഒരു മാസത്തേക്ക് ഒരു കേട് കൂടാതെയും ഒരു പൂപ്പലോ ഒന്നും ഉണ്ടാവില്ല. അതായത് ഉള്ളി നന്നായി നമ്മൾ വറുത്ത് കോരുന്നുണ്ട്, ഒരു പൂപ്പലോ ഒന്നും ഉണ്ടാവില്ല. അല്ലെങ്കിൽ നിങ്ങൾ ഫ്രിഡ്ജിൽ സൂക്ഷിച്ചാലും മതി. അങ്ങനെ നമ്മൾ ആ ഉള്ളിയും വറുത്ത് കോരി അണ്ടിപ്പരിപ്പും മുന്തിരിയും അതും നന്നായി വറുത്ത് കോരി വെച്ച് ആ ചീനച്ചട്ടിയിൽ തന്നെ നമുക്ക് ആ മസാല പുരട്ടി വെച്ച ചിക്കൻ ഇട്ട് നല്ലവണ്ണം
അതായത് നമ്മൾ ചിക്കൻ ഫ്രൈ പോലെ ചെയ്തെടുക്കണ്ട, ഒരു 1/4 വേവ് മതിയേ. അധികം അതിൽ പിന്നെ ബിരിയാണിക്ക് ടേസ്റ്റ് കിട്ടൂല. മസാല വേറെ ചിക്കൻ വേറെ പോലെ ഉണ്ടാവും. അതൊക്കെ ഞാൻ നിങ്ങളോട് പ്രത്യേകം പറയുന്നത് ഇങ്ങനെ ബിരിയാണി ഉണ്ടാക്കി അത്രയ്ക്കും ടേസ്റ്റ് ഉള്ളത് കൊണ്ടാണ് ഇത്രയും വ്യക്തമായി ഞാൻ നിങ്ങളോട് പറഞ്ഞു തരുന്നത്. ഒരു കള്ളം പോലും ഞാൻ പറയുന്നില്ല ഇതിൽ. അതിൻ്റെ ആവശ്യമില്ല. എല്ലാവർക്കും ഒരു നല്ല അറിവ് പകരാനാണ് ഞാൻ ഈ ചാനൽ തുടങ്ങിയത് തന്നെ. അങ്ങനെ ചിക്കൻ പകുതിയെല്ലാം വെന്ത് കിട്ടി. പിന്നെ നമ്മളെന്താക്കി, മസാല ഉണ്ടാക്കേണ്ട കുക്കർ വെച്ചിട്ടുണ്ട്. കുക്കറിന് വേണമെന്നില്ലേ, നല്ല അടികട്ടിയുള്ള ഒരു ചെമ്പായാലും മതി. നമ്മൾ ഈ ഓയിലിൽ തന്നെ ഉള്ളിയും പൊരിച്ച്, ചിക്കനും അതേ ഓയിലിൽ തന്നെയാണ് പൊരിച്ചത്. അപ്പോൾ എന്തായെന്നറിയാം, ഉള്ളിൻ്റെ ടേസ്റ്റും എല്ലാം ഈ ചിക്കനിലേക്ക് വന്നു. അങ്ങനെ ചിക്കൻ പൊരിച്ച നെയ്യ് ആവശ്യത്തിന് നമ്മൾ ഈ ചെമ്പിലേക്ക് ഒഴിച്ച് കൊടുത്തേ. നെയ്യൊക്കെ നല്ല ചൂടായി വന്നപ്പോൾ അതിലേക്ക് അരച്ച് വെച്ച വെളുത്തുള്ളിയും ഇഞ്ചിയും പച്ചമുളകിൻ്റെ പേസ്റ്റ് ഇട്ട് കൊടുത്ത് നന്നായി വഴറ്റി കൊടുക്കണേ. അതൊക്കെ നന്നായി വഴറ്റി വന്നാൽ പിന്നെ നമ്മൾ അതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് തക്കാളിയാണേ. തക്കാളി ചെറുതായി മുറിച്ചിട്ടുണ്ട്. ഇതിന് ഉള്ളി കുറവായതുകൊണ്ട് നമ്മൾ 1 കിലോ തക്കാളി തന്നെ മുഴുവനായിട്ട് എടുത്തിട്ടുണ്ട്. എന്നാലേ നമുക്ക് ആവശ്യത്തിനുള്ള മസാല കിട്ടും. അങ്ങനെ ഇതാ മസാലയൊക്കെ നന്നായി പച്ചമണമൊക്കെ മാറി വന്നിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ തക്കാളി ചേർത്ത് കൊടുത്ത് വീണ്ടും നന്നായി വഴറ്റി കൊടുക്കും. പിന്നെ ഉപ്പ് നോക്കി ചേർത്താൽ മതി. നമ്മൾ ഓൾറെഡി ചിക്കനിൽ ഉപ്പ് ചേർത്തതാണ്. ഇതിൽ തൈരോ ചെറുനാരങ്ങയോ ഒന്നും ഞാൻ ചേർത്തിട്ടില്ല. നിങ്ങൾക്ക് പുളിവ് വേണമെങ്കിൽ തൈര് ചേർക്കണ്ട. 2-3 ചെറുനാരങ്ങ പിഴിഞ്ഞ് ചേർത്ത് കൊടുത്താൽ മതി. അങ്ങനെ തക്കാളിയും നന്നായി വഴറ്റി വരുന്നുണ്ട്. പോരെ, നല്ലവണ്ണം പേസ്റ്റ് രൂപത്തിൽ തന്നെ ആകണേ. തക്കാളി നന്നായി വഴറ്റി വന്നാൽ നമുക്ക് ഇതിലേക്ക് പൊരിച്ച ചിക്കൻ ഇട്ട് കൊടുക്കാം. പിന്നെ ഇത് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർക്കുന്നുണ്ട്. പൊരിച്ച ചിക്കനും കൂടി ഇട്ട് കൊടുത്ത് പിന്നെ അധികം വേവേണ്ട ആവശ്യമൊന്നുമില്ല. ചിക്കനല്ലേ ബ്രോയിലർ, അതുകൊണ്ട് പെട്ടെന്ന് വെന്ത് കിട്ടും. അതൊക്കെ ഒരു നന്നായി വെന്ത് കഴിഞ്ഞാൽ മാത്രം അതിലേക്ക് നമ്മൾ വറുത്ത് വെച്ച ഉള്ളി ചേർത്ത് കൊടുത്താൽ മതി. ഉള്ളി ചേർത്ത് കഴിഞ്ഞാൽ പിന്നീട് അധികം തിളക്കാൻ നിൽക്കാൻ പാടില്ല, കയ്പ്പ് വരും. പിന്നെ മസാലയ്ക്ക് കയ്പ്പ് വന്നാൽ പിന്നെ ചോറിൻ്റെ കാര്യം പറയേണ്ട ആവശ്യമില്ലല്ലോ. അതുകൊണ്ട് ഉള്ളി ഇട്ട പാട് ഒന്ന് വഴറ്റി കൊടുത്ത് തീ ഓഫ് ചെയ്ത് വെക്കണേ. തീ കൂടി ചേർത്ത് കഴിഞ്ഞ ശേഷം നമുക്ക് ഗരം മസാല കൂടി ചേർത്ത് കൊടുത്ത് നന്നായി വഴറ്റി മൂടി വെച്ചാൽ മതി. ചോറൊക്കെ വെന്ത് കിട്ടുമ്പോഴേക്കും മസാലയൊക്കെ നല്ല അടിപൊളിയായിട്ടുണ്ടാവും. കണ്ടോ, പിന്നെ കുറച്ച് മല്ലി ഇല കൂടി ഞാൻ വിതറി കൊടുത്തിട്ടുണ്ട്. അതൊക്കെ മാറ്റി വെച്ച് നമ്മൾ ചോറ് അപ്പുറത്തുനിന്ന് റെഡിയാക്കുന്നുണ്ട്. അതായത് 7 കപ്പ് അരിക്ക് നമ്മൾ ഓരോ കപ്പിന് 1.5 കപ്പ് വീതം വെള്ളം എടുത്ത് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് വെള്ളം തിളപ്പിക്കുമ്പോൾ അതിലേക്ക് മസാലക്കൂട്ട് കൂടി ചേർത്ത് കൊടുക്കണം. അതായത് കറുവാപ്പട്ട, ഏലക്കായ്, ഗ്രാമ്പു, ഇത് 3 നിങ്ങൾ ആവശ്യാനുസരണം നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ നിങ്ങൾക്ക് എത്രയാണെന്ന് ആവശ്യമുള്ളത് അത് ചേർത്ത് കൊടുത്താൽ മതി. അങ്ങനെ ഉപ്പും ചേർത്ത് നന്നായി വെള്ളം തിളച്ച് വന്നപ്പോഴാണ് നമ്മൾ അരി ചേർത്ത് കൊടുത്തത്. വറുത്തിട്ടൊന്നുമില്ല. ചോറ് സോഫ്റ്റ് ആവാൻ വേണ്ടി ചെയ്തത്. 2 മണിക്കൂർ മുമ്പ് അരി കഴുകി നന്നായി ഊറ്റി വെച്ചിട്ടുണ്ട്. നല്ലവണ്ണം അരി കഴുകലാണ് ഇതിൻ്റെ പ്രത്യേകത. അരി നല്ലവണ്ണം കഴുകിയിട്ടില്ലെങ്കിൽ ചോറ് ഒട്ടിപ്പിടിക്കും. അതുകൊണ്ടാണ് പറയുന്നത് നല്ലവണ്ണം അതിൻ്റെ കാടി പോകുന്നത് വരെ തന്നെ കഴുകിയെടുക്കണം. അങ്ങനെ നമ്മളെ ചോറെല്ലാം വെന്ത് റെഡി ആയിട്ടുണ്ട്. കറക്റ്റ് അളവിൽ തന്നെ കിട്ടിയിട്ടുണ്ട്. നമ്മൾ 2 ലെയറിലായിട്ടാണ് ചെയ്ത് കൊടുക്കുന്നത്. എന്നാലേ മസാല നല്ല കറക്റ്റായിട്ട് ചോറിലെല്ലാം പിടിക്കും. അടിയിൽ കുറച്ച് മസാല ഇട്ട് കൊടുത്ത് അതിലേക്ക് ഗരം മസാലയും മല്ലിയിലയെല്ലാം ചേർത്ത് നമ്മൾ ഒരു ലെയർ ചോറിട്ട് കൊടുത്ത് വീണ്ടും കുറച്ച് മസാല കൂടി ഉള്ളത് അതിലേക്ക് ചേർത്ത് രണ്ടാമത്തെ ലെയറും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. കളറോ ഒന്നും ചേർത്തിട്ടൊന്നുമില്ല. അങ്ങനെ രണ്ടാമത്തെ ലെയറും എല്ലാം ഇട്ട് കൊടുത്ത് അതിൻ്റെ മീതെ വീണ്ടും മസാലപ്പൊടിയൊക്കെ ചേർത്ത് കൊടുത്ത് പിന്നെ നമ്മൾ ഉള്ളിയും അണ്ടിപ്പരിപ്പും മുന്തിരിയെല്ലാം വറുത്ത് കോരി വെച്ചത് അതിലേക്ക് ചേർത്ത് കൊടുത്തേ. ബിരിയാണിക്ക് എന്തായാലും ഒരു ഭംഗി വേണമല്ലോ. കുറച്ച് മല്ലിയില കൂടിയുള്ളത് കൂടി തൂവിക്കൊടുത്തു. നമ്മളെ ബിരിയാണിയൊക്കെ അടിപൊളിയായി വന്നിട്ടുണ്ട്. ഇങ്ങനെ ഉണ്ടാക്കി നിങ്ങൾക്ക് ഒരു ടെൻഷനും ഇല്ലാണ്ട് എന്ത് ആവശ്യത്തിനും നിങ്ങൾക്ക് തന്നെ ബിരിയാണി വെക്കാം. അപ്പോൾ നമ്മളെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീണ്ടും നാളെ വരുന്നത് വരെ തൽക്കാലം പോകുന്നു. ടാറ്റാ, ബൈ ബൈ.